ഫസ്റ്റ് ചോട് അമ്മയുടെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിയിരിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടോ എന്ത് മനസ്സാണ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആണോ വീഡിയോ എടുക്കണേന്ന്? വെയിറ്റ്, ഇതിന് ബാക്ക് സ്റ്റോറി ഇപ്പൊ പറയാം. ദിസ് ഇസ് കൈലാസ്, എൻ്റെ അനിയൻ, വി കോൾ ഹിം അപ്പു. ഇന്ന് ഞങ്ങൾ ഇവനെ ഹോസ്റ്റലാക്കാൻ പോവാണ്. വിനോ ഇങ്ങനൊരു ഡേ ഉണ്ടാവുമെന്ന്, ബട്ട് ഇത്ര പെട്ടെന്ന് ആ ഒരു ഡേ വരും എന്ന് ചിന്തിച്ചില്ല. എൻ്റെ ബ്രദർ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോണത്. ഞാനും എൻ്റെ കോളേജ് ടൈമിൽ ഹോസ്റ്റലിലായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് ഏറെക്കുറെ എല്ലാവർക്കും ഇത് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷെ അപ്പുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തോ എനിക്ക് ഇപ്പോഴും ഒരു കൺസേൺ ആണ്. അവനത് മാനേജ് ചെയ്യാൻ പറ്റില്ല ഓർത്തല്ല, എൻ്റെ ബേബി ബ്രദർ ആയതുകൊണ്ടാണ്. ഈ ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, ഇതിലൊക്കെ കൂടുതൽ പെയിൻ ഐ ഗസ് സിബ്ലിങ്സിന്റെ കാര്യത്തിലായിരിക്കും അല്ലേ? ദേ ജസ്റ്റ് ടേക്ക് എ പീസ് ഓഫ് ദ ഹൗസ് വിത്ത് ദം. ഇപ്പോൾ ആണ് മനസ്സിലാവുന്നത് ദ ഹോം ഇസ് ജസ്റ്റ് നോട്ട് ദ സെയിം വിത്തൗട്ട് ഹിം. അവൻ പോകുന്നതിന് മുന്നേ വരെ ഞാൻ ഭയങ്കര കളിയാക്കലായിരുന്നു. ഇനി മുതൽ TV റിമോട്ടൊക്കെ ഫുൾ എൻ്റെ കയ്യിലായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് ദ ബെസ്റ്റ് പാർട്ട് TV കാണലായിരുന്നില്ല, ഒരുമിച്ച് ഇരുന്ന് കാണില്ലായിരുന്നു. ആൻഡ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്തിനായിരുന്നു എൻ്റെ അമ്മ കരഞ്ഞെന്ന്. ബട്ട് യാ, ദിസ് ഈസ് ഹൗ ലൈഫ് ഇസ്. അപ്പു, നീ എത്ര വലുതായാലും യു വിൽ ഓൾവേസ് ബി യുവർ ബേബി. ഐ തിങ്ക് ഈ സിംഗിൾ പീസ് ഓഫ് പെയിൻ എല്ലാ സിബ്ലിങ്സിനും ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. ഷെയർ ദിസ് വിത്ത് യുവർ സിബ്ലിംഗ് ആൻഡ് ലെറ്റ് ദം നോ ഹൗ മച്ച് യു മിസ് ദം.